പോയിൻറ്റേഴ്സ് ആസ് ഫങ്ഷൻ ആർഗ്യുമെൻറ്റ്സ്. ഒരു ഫങ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് പോയിൻ്റർ പാസ് ചെയ്യാം. പോയിൻ്റർ എന്ന് പറഞ്ഞാൽ ഒരു അഡ്രസ്സ് പാസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫങ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ അഡ്രസ്സ് പാസ് ചെയ്യുന്നതിന് നമ്മൾ പാസ് ബൈ റെഫറൻസ് എന്നാണ് പറയുക. റെഫറൻസ് എന്ന് പറഞ്ഞാൽ അഡ്രസ്സാണ്. അപ്പോൾ പാസ് ബൈ റെഫറൻസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ പാസ് ബൈ പോയിൻ്റർ എന്ന് പറയും, ഇല്ലെങ്കിൽ കോൾ ബൈ റെഫറൻസ്, കോൾ ബൈ പോയിൻ്റർ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ഫങ്ഷൻസിനകത്തൊക്കെ നമ്മൾ അഡ്രസ്സൊന്നുമല്ല, നമ്മൾ വാല്യൂ ആണ് പാസ് ചെയ്തത്. അപ്പോൾ എനിക്ക് മെയിനകത്ത് എ ബി എന്ന് പറഞ്ഞിട്ട് 2 വേരിയബിൾസ് ഉണ്ട്. ഞാൻ ഫൺ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 2 വേരിയബിൾസ് നമ്മൾ ആക്സസ് ചെയ്യണം, ഇൻറ്റ് എക്സ് ആൻഡ് ഇൻറ്റ് വൈ. ഇങ്ങനെയാണെങ്കിൽ ഇതിനകത്തുനിന്ന് എക്സും വൈയും വെച്ചിട്ട് എന്തെങ്കിലും ഓപ്പറേഷനൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ മെയിനകത്ത് നിന്നിട്ട് എയും ബിയും ആണ് ഫംഗ്ഷനകത്തേക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൺ ഓഫ് എ കോമ ബി എന്നാണ് പാസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ എ വിൽ ബി കോപ്പി ടു ആർഗ്യുമെൻറ്റ് എക്സ് ആൻഡ് ബി വിൽ ബി കോപ്പി ടു ആർഗ്യുമെൻറ്റ് വൈ. എന്നിട്ട് നമ്മൾ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുക എക്സിൻ്റെയും വൈൻ്റെയും മുകളിലാണ്. ഇപ്പോൾ എക്സും വൈ എന്ന് പറഞ്ഞാൽ ഈ ഫൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ലോക്കൽ വേരിയബിൾസ് ആണ്. ആ ലോക്കൽ വേരിയബിൾസിലേക്ക് നമ്മൾ എയുടെയും ബിയുടെയും ഓരോ കോപ്പിയാണ് പാസ് ചെയ്തത്. ഇതിപ്പോൾ എയിൽ 10ഉം ബിയിൽ 20 ഉണ്ടെങ്കിൽ എക്സ് 10ഉം വൈ 20 ആയിട്ട് എടുക്കും ഈ കോൾഡ് ഫംഗ്ഷനകത്ത്. എന്നിട്ട് നമ്മൾ പറഞ്ഞ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യും. അപ്പോൾ എക്സിനും വൈക്കും എന്തൊക്കെ ചേഞ്ച് നമ്മൾ കോൾഡ് ഫംഗ്ഷനകത്ത് നടത്തിയാലും, ഇത് ഫൺ എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് എക്സും വൈയും മോഡിഫൈ ചെയ്താലും എയും ബിയും മോഡിഫൈ ആവില്ല കോളിംഗ് ഫംഗ്ഷനകത്ത്. കാരണം എന്താണ്, ഇതിൻ്റെ ഒരു കോപ്പി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വാല്യൂ നമ്മൾ എക്സിലേക്കും വൈയിലേക്കും കോപ്പി ചെയ്തിട്ട് എക്സിനും വൈക്കുമാണ് മോഡിഫിക്കേഷൻ വരുത്തിയത്, എയ്ക്കും ബിക്കും അല്ല. അപ്പോൾ ഇതുമായിട്ട് ഡിഫറൻ്റാണ് നമ്മൾ അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ. എനിക്കിപ്പോൾ എയും ബിയും ഒരു ഫംഗ്ഷനകത്തേക്ക് പാസ് ചെയ്യണം, എന്നിട്ട് അതിനകത്ത് വെച്ചിട്ട് ഫംഗ്ഷനകത്ത് വെച്ചിട്ട് എയും ബിയും എന്തൊക്കെയോ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി. ആ മോഡിഫിക്കേഷൻസ് കോളിംഗ് ഫംഗ്ഷനിലും റിഫ്ലക്റ്റ് ആവണം, അല്ലെങ്കിൽ ആ മോഡിഫിക്കേഷൻസ് കോളിംഗ് ഫംഗ്ഷനിൽ അവൈലബിൾ ആവണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ അല്ല പാസ് ചെയ്യുക, അതിന് പകരം എയുടെയും ബിയുടെയും അഡ്രസ്സ് പാസ് ചെയ്യും. അപ്പോൾ അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ആ അഡ്രസ്സിലിരിക്കുന്ന വാല്യൂ ഏതാണോ ആ വാല്യൂവിനെയാണ് മോഡിഫൈ ചെയ്യുക. അപ്പോൾ സെയിം അഡ്രസ്സാണ് നമ്മൾ മെയിനകത്ത് യൂസ് ചെയ്തത്, അതേ അഡ്രസ്സ് നമ്മൾ ഫംഗ്ഷനകത്തേക്കും പാസ് ചെയ്യണം. അപ്പോൾ ഒരേ അഡ്രസ്സിലിരിക്കുന്ന വാല്യൂവിനെയാണ് മെയിനിലും കോൾഡ് ഫംഗ്ഷനിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോൾഡ് ഫംഗ്ഷനകത്ത് മോഡിഫിക്കേഷൻസ് ഒക്കെ മെയിനിലും അവൈലബിൾ ആയിരിക്കും. സോ ദി മെമ്മറി അഡ്രസ്സസ് ഓഫ് ദി പാരാമീറ്റേഴ്സ് ആർ പാസ്ഡ് ടു ദി ഫംഗ്ഷൻ റാദർ ദാൻ കോപ്പി ഓഫ് ദി വാല്യൂസ്. അപ്പോൾ കോപ്പി ഓഫ് ദി വാല്യൂസ് പാസ് ചെയ്യുന്നതിന് നമ്മൾ പാസ് ബൈ വാല്യൂ എന്നാണ് പറയുക. അതായത് ഇതുവരെ നമ്മൾ ചെയ്ത ഫങ്ഷൻസൊക്കെ പാസ് ബൈ വാല്യൂ ആണ്. അതേസമയം നമ്മൾ മെമ്മറി അഡ്രസ്സാണ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പാസ് ബൈ റെഫറൻസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഒരു കേസിൽ മെമ്മറി അഡ്രസ്സ് പാസ് ചെയ്തിട്ടുണ്ട്, അറേ പാസ് ചെയ്ത സമയത്ത്. അറേ നെയിമായിരുന്നു നമ്മൾ പാസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അറേ നെയിം എന്ന് പറഞ്ഞാൽ ഒരു അഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ കോൾഡ് ഫംഗ്ഷനകത്ത് ഈ അറേയുടെ മുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ ആ ചേഞ്ച് കോളിംഗ് ഫംഗ്ഷനിൽ റിഫ്ലക്റ്റ് ആവും നമ്മൾ പറഞ്ഞിരുന്നു. കാരണം നമ്മളവിടെ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അറേനെ കോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കോൾ ബൈ റെഫറൻസ് ആണ്. നോർമൽ വേരിയബിൾസ് ആണ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൾ ബൈ വാല്യൂ ആണ്. ഇനി വേരിയബിൾസിൻ്റെ അഡ്രസ്സാണ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കോൾ ബൈ റെഫറൻസ് ആണ്. സോ കോൾ ബൈ റെഫറൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ദി കോൾഡ് ഫംഗ്ഷൻ ഡയറക്റ്റ്ലി വർക്ക്സ് ഓൺ ദി ഡേറ്റ ഇൻ കോളിംഗ് ഫംഗ്ഷൻ. കാരണം കോളിംഗ് ഫംഗ്ഷനിലുള്ള ഡേറ്റയുടെ അഡ്രസ്സാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ അഡ്രസ്സിലിരിക്കുന്ന ഡേറ്റയുടെ മുകളിലാണ് കോൾഡ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അതായത് ഡയറക്റ്റ്ലി കോളിംഗ് ഫംഗ്ഷനകത്തുള്ള ഡേറ്റയുടെ മുകളിലായിരിക്കും കോൾഡ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുക. സോ ദി ചേഞ്ച്ഡ് വാല്യൂസ് ആർ അവൈലബിൾ ഇൻ കോളിംഗ് ഫംഗ്ഷൻ. നമ്മൾ കോൾഡ് ഫംഗ്ഷനകത്ത് എന്ത് വാല്യൂസ് ആണോ ചേഞ്ച് ചെയ്തത്, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പാസ് ചെയ്ത് കുറച്ച് അഡ്രസ്സുകൾ പാസ് ചെയ്യും. ആ അഡ്രസ്സിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആണോ വരുത്തിയത് അതെല്ലാം കോളിംഗ് ഫംഗ്ഷനകത്ത് അവൈലബിൾ ആയിരിക്കും. സോ നമ്മൾ കോൾ ബൈ റെഫറൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഫംഗ്ഷനെ കോൾ ചെയ്യുക? സോ ദി ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആർ അഡ്രസ്സസ് ഓഫ് വേരിയബിൾസ് ദാറ്റ് ആർ ലോക്കൽ ടു ദി കോളിംഗ് ഫംഗ്ഷൻ. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഫൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുക്കാം. ഫൺ എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്തേക്ക് നമ്മൾ അഡ്രസ്സാണ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കോൾ ചെയ്യുക ഫൺ അമ്പസാൻഡ് എ കോമ അമ്പസാൻഡ് ബി എന്നായിരിക്കും. കാരണം നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ അല്ല പാസ് ചെയ്യേണ്ടത്, അതിൻ്റെ അഡ്രസ്സാണ് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സ് അതെന്ന് പറഞ്ഞാൽ അഡ്രസ്സസ് ഓഫ് വേരിയബിൾസ് ആയിരിക്കും.
ആൻഡ് ദി ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ പ്രിഫിക്സ്ഡ് വിത്ത് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ. അതായത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ് നമ്മൾ അഡ്രസ്സാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് നമുക്ക് എങ്ങടെ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ? ഒരു പോയിൻ്റർ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അഡ്രസ്സാണ് നമ്മൾ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പോയിൻറ്റേഴ്സ് ആയിരിക്കണം കൊടുത്തിട്ടുണ്ടാവേണ്ടത്. അതായത് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് പറയാം. ഇപ്പോൾ എയും ബിയും ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ എയും ബിയും ആക്സസ് ചെയ്യാൻ അവിടെ ഇൻറ്റിജർ പോയിൻറ്റേഴ്സാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇൻറ്റ് സ്റ്റാർ എക്സ് കോമ ഇൻറ്റ് സ്റ്റാർ വൈ. ഇപ്പോൾ അസൈൻമെൻറ്റ് എങ്ങനെയാണ് ഉണ്ടാവുക വെച്ചാൽ ആക്ച്വൽ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ അമ്പസാൻഡ് എയും അമ്പസാൻഡ് ബിയും പാസ് ചെയ്തു. ഫോർമലായിട്ട് ഇൻറ്റ് സ്റ്റാർ എക്സും ഇൻറ്റ് സ്റ്റാർ വൈ. അപ്പോൾ അമ്പസാൻഡ് എ വിൽ ബി അസൈൻഡ് ടു സ്റ്റാർ എക്സ്, അമ്പസാൻഡ് ബി വിൽ ബി അസൈൻഡ് ടു സ്റ്റാർ വൈ. സ്റ്റാർ വൈ മീൻസ് വൈ, വൈ എന്ന് പറഞ്ഞ പോയിൻ്റർ വേരിയബിൾ. അപ്പോൾ ഈ അസൈൻമെൻറ്റിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ് സ്റ്റാർ എക്സ് ഇസ് ഈക്വൽ ടു അമ്പസാൻഡ് എ, അങ്ങനെ അസൈൻ ചെയ്ത പോലെയാണ്. ഇൻറ്റ് സ്റ്റാർ വൈ ഈക്വൽ ടു അമ്പസാൻഡ് ബി. ഒരു പോയിൻ്റർ വേരിയബിളിൻ്റെ ഡിക്ലറേഷൻ ആൻഡ് ഇനീഷ്യലൈസേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, അതേപോലെയാണ് ഒരു അഡ്രസ്സ് പാസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എക്സിലും വൈയിലും എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുകയാണെങ്കിൽ അത് എയിലും ബിയിലും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ എക്സിലും വൈയിലും നമ്മൾ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുക? എക്സ് വൈ എന്ന് പറയുന്നത് രണ്ട് പോയിൻ്റർ വേരിയബിൾസ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 നമ്മൾ എഴുതുകയാണെങ്കിൽ പോയിൻ്റർ വേരിയബിളാണ് മോഡിഫൈ ആവുക. അതായത് പോയിൻ്റർ വേരിയബിളിനകത്ത് ഉണ്ടാവുക ഒരു അഡ്രസ്സാണ്, ആ അഡ്രസ്സാണ് മോഡിഫൈ ആവുക. നമുക്ക് അഡ്രസ്സ് അല്ലല്ലോ മോഡിഫൈ ചെയ്യേണ്ടത്. നമുക്ക് എക്സും വൈയും എവിടേക്കാണോ പോയിൻ്റ് ചെയ്യണത് ആ പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിലെ ഡേറ്റ വെച്ചിട്ടാണ് നമുക്ക് കോൾഡ് ഫംഗ്ഷനകത്ത് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ടു യൂസ് വാല്യൂ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഇൻസൈഡ് കോൾഡ് ഫംഗ്ഷൻ, ഇത് നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ എക്സാമ്പിളിൽ എക്സും വൈയും ആണ് നമ്മുടെ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. അതിൻ്റെ വാല്യൂസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് ദി ഫംഗ്ഷൻ വി ഷുഡ് യൂസ് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ. അതായത് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർ എക്സിനും സ്റ്റാർ വൈക്കുമാണ് നമ്മൾ മോഡിഫിക്കേഷൻസ് വരുത്തുക. അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനകത്ത് എക്സിൻ്റെ വാല്യൂ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ സ്റ്റാർ എക്സ് നല്ല എഴുതുക. അപ്പോൾ പോയിൻ്റർ വേരിയബിൾ ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ യൂസ് ചെയ്യേണ്ട സമയത്തെല്ലാം നമ്മൾ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ വെച്ചിട്ട് വേണം അതിനെ റെഫർ ചെയ്യാൻ. ഇനി നമ്മൾ എവിടെയാണ് ഈ കോൾ ബൈ റെഫറൻസ് യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ വി നീഡ് ടു റിട്ടേൺ മൾട്ടിപ്പിൾ വാല്യൂസ് ഫ്രം എ ഫംഗ്ഷൻ. നമുക്കൊരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് സിംഗിൾ വാല്യൂ മാത്രമേ റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഒരു ഫംഗ്ഷനകത്തുനിന്ന് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുക കോൾ ബൈ റെഫറൻസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് കോൾ ബൈ റെഫറൻസ് വെച്ചിട്ട് ഒന്നിൽ കൂടുതൽ വാല്യൂസ് റിട്ടേൺ ചെയ്യിക്കുക? എനിക്ക് 2 വാല്യൂ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 2 വാല്യൂ എവിടേക്കാണോ വരേണ്ടത്, ഏത് വേരിയബിളിലേക്കാണോ വരേണ്ടത് ആ 2 വേരിയബിളിൻ്റെ അഡ്രസ്സും കൂടെ നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് കോൾഡ് ഫംഗ്ഷനകത്തേക്ക് പാസ് ചെയ്യും. എന്നിട്ട് കോൾഡ് ഫംഗ്ഷനകത്ത് വെച്ചിട്ട് ആ അഡ്രസ്സിലേക്ക് അസൈൻമെൻറ്റ് നടക്കും. അപ്പോൾ 2 വാല്യൂ എവിടെ കിട്ടും? കോളിംഗ് ഫംഗ്ഷനകത്ത് കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ വി യൂസ് അറേസ് ആൻഡ് സ്ട്രിങ്സ്. അറേയും സ്ട്രിങ്ങും യൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ കോൾ ബൈ റെഫറൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇത് വളരെ സിമ്പിൾ ഒരു എക്സാമ്പിളാണ്. ജസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ചേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്തേക്ക് ഒരു ഇൻറ്റിജർ പോയിൻ്ററാണ് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻറ്റ് സ്റ്റാർ എക്സ്. ഈ ഫംഗ്ഷനകത്ത് നിന്നുകൊണ്ട് എക്സിനെ മോഡിഫൈ ചെയ്യണം. എക്സിനെ മോഡിഫൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ എക്സ് പോയിൻ്റ് ചെയ്യണ വാല്യൂവിനെ മോഡിഫൈ ചെയ്യണം. സ്റ്റാർ എക്സ് ഈക്വൽ ടു സ്റ്റാർ എക്സ് പ്ലസ് വൈ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ 10 വന്നതെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ മീൻസ് എക്സ് പോയിൻ്റ് ചെയ്യുന്നത് 10ലേക്കാണെങ്കിൽ ആ 10നെ 15 ആക്കും. അതാണ് ഇതിനകത്ത് ചെയ്യുക. ഇവിടുന്ന് ഒന്നും റിട്ടേൺ ചെയ്യണില്ല. ഒരു വാല്യൂ ഇങ്ങോട്ട് പാസ് ചെയ്തു, ഒരു റിട്ടേണും ഇല്ല, വോയിഡാണ് റിട്ടേൺ. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കോൾ ബൈ റെഫറൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫംഗ്ഷൻ ഡിക്ലറേഷൻ എഴുതണ്ടേ. ഫംഗ്ഷൻ ഡിക്ലറേഷൻ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? ഇൻറ്റീജർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രാക്കറ്റിൽ ഇൻറ്റ് എന്നല്ല എഴുതുക. ഇതിപ്പോൾ ഒരു ഇൻറ്റീജർ പോയിൻ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റ് സ്റ്റാർ എന്നാണ് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതുക. ആർഗ്യുമെൻ്റായിട്ട് ഇൻറ്റ് സ്റ്റാർ എന്നുകൊണ്ട് വേരിയബിൾ നെയിം വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എഴുതണ്ട. ഇനി മെയിനകത്ത് നിന്നുകൊണ്ട് എ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്, ഇനീഷ്യലൈസ് ചെയ്യുകയാണ് 10. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനകത്ത് എക്ക് വേണ്ടിയിട്ടൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്തു, അവിടെ 10 എന്ന് സ്റ്റോർ ചെയ്തു. സപ്പോസ് ഇതിൻ്റെ അഡ്രസ്സ് 1000 ആണെന്ന് വിചാരിക്കുക. ദെൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്തു വാല്യൂ ഓഫ് എ ഇൻ മെയിൻ ബിഫോർ കോളിംഗ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് എ പ്രിൻറ്റ് ചെയ്തു. ഇപ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്യും? 10 എന്ന് പ്രിൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിച്ചു. ചേഞ്ചിനകത്തേക്ക് പാസ് ചെയ്തത് എന്താണ്? അമ്പസാൻഡ് എ. ഇനി ചേഞ്ചിനകത്ത് നമ്മളത് റിസീവ് ചെയ്യുന്നത് ഇൻറ്റ് സ്റ്റാർ എക്സിലാണ്. അപ്പോൾ എക്സിന് വേണ്ടിയിട്ടൊരു ലൊക്കേഷൻ ഉണ്ടാവുമല്ലോ. എക്സ് എന്ന് പറഞ്ഞത് ഒരു ഇൻറ്റീജർ പോയിൻ്ററാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ലൊക്കേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇൻറ്റ് സ്റ്റാർ എക്സിനകത്തേക്ക് നമ്മൾ ആംപർസാൻഡ് എ പാസ് ചെയ്തു. അപ്പോൾ അസൈൻമെൻറ്റ് എങ്ങനെയുണ്ടാവുക? ഇൻറ്റ് സ്റ്റാർ എക്സ് ഈക്വൽ ടു ആംപർസാൻഡ് എ. ആംപർസാൻഡ് എ എന്താണ്? എയുടെ അഡ്രസ് 1000. അപ്പോൾ എക്സിലേക്ക് 1000 എന്ന് അസൈൻ ചെയ്യും. അതായത് എക്സ് പോയിൻറ്റ്സ് ടു എ. ഇനി ഫംഗ്ഷൻ അകത്തുനിന്നുകൊണ്ട് സ്റ്റാർ എക്സ് ഈക്വൽ ടു സ്റ്റാർ എക്സ് പ്ലസ് 5. സ്റ്റാർ എക്സ് എന്താണ്? വാല്യൂ അറ്റ് അഡ്രസ് എക്സ്. വാല്യൂ അറ്റ് അഡ്രസ് എക്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് അഡ്രസ് 1000. അതെന്താണ്? 10 ആണ്. ഇതാണ് വാല്യൂ അറ്റ് അഡ്രസ് 1000. ദാറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ അറ്റ് അഡ്രസ് 1000 പ്ലസ് 5. അതായത് 10 പ്ലസ് 5 15. അപ്പോൾ ഈ 10 മാറിയിട്ട് എന്ത് വരും? ഇവിടെ 15 വരും. അതായത് എക്സ് എവിടേക്കാണോ പോയിൻ്റ് ചെയ്യുന്നത് അവിടുത്തെ വാല്യൂ 5 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ അത് 15 ആയി. ഇപ്പോൾ എയിലുള്ളത് 15 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അതിനുശേഷം വീണ്ടും ഇത് കഴിഞ്ഞു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വെറുതെ ഒരു റിട്ടേൺ കൊടുക്കാം. റിട്ടേൺ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, വോയിഡ് ആ റിട്ടേൺ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. തിരിച്ച് ഇവിടെ തന്നെ വന്നു. ഇനി അടുത്ത ലൈനിൽ വരും പ്രിൻറ്റ് വാല്യൂ ഓഫ് എ ഇൻ മെയിൻ ആഫ്റ്റർ കോളിംഗ് ചേഞ്ച് %d എന്ന് എ പ്രിൻറ്റ് ചെയ്തു. ഇപ്പോൾ എയുടെ വാല്യൂ എന്താണ്? 15 ആണ്. അപ്പോൾ നമ്മൾ കോൾഡ് ഫംഗ്ഷനകത്തുനിന്ന് ഒന്നും റിട്ടേൺ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ അവിടെ വരുത്തിയ മോഡിഫിക്കേഷൻ എവിടെ കിട്ടി? മെയിനിൽ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ കോൾ ബൈ റെഫറൻസിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഒരൊറ്റ വാല്യൂ റിട്ടേൺ ചെയ്യാനുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമായിരുന്നു. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് റിട്ടേൺ ചെയ്യാനുണ്ടെന്ന് വിചാരിക്കാം. ഒന്നിൽ കൂടുതൽ വാല്യൂസ് റിട്ടേൺ ചെയ്യാനുണ്ടെങ്കിൽ ആ രണ്ട് വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടതിന് ആ രണ്ട് വാല്യൂ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇത് 2 വേരിയബിൾസ് സ്വാപ്പ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ആദ്യം ഫംഗ്ഷൻ നോക്കാം. സ്വാപ്പ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. റിട്ടേൺ ഒന്നുമില്ല. എന്നുവെച്ചാൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമ്മളൊന്നും റിട്ടേൺ ചെയ്യണില്ല. അതിനകത്തേക്ക് 2 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ഇൻറ്റ് സ്റ്റാർ പി ആൻഡ് ഇൻറ്റ് സ്റ്റാർ ക്യൂ കൊടുത്തു. അതായത് 2 ഇൻറ്റിജർ പോയിൻറ്റേഴ്സാണ്. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കുക. അത് പി, ഇത് ക്യൂ, അങ്ങനെ 2 പോയിൻറ്റേഴ്സ് ഉണ്ട്. ദെൻ ഇതിനകത്ത് ഒരു ടെമ്പററി വേരിയബിൾ ടി എടുത്തു. നമുക്കറിയാമല്ലോ, നേരത്തെ നിങ്ങൾ ചെയ്തതായിരിക്കും 2 വേരിയബിൾസ് സ്വാപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ ടി എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ എടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ടി ഈക്വൽ ടു സ്റ്റാർ പി. അത് പി എവിടേക്കാണോ പോയിൻ്റ് ചെയ്യണത് അവിടുത്തെ വാല്യൂ എടുത്തിട്ട് ടിയിൽ വയ്ക്കുക. ദെൻ സ്റ്റാർ പി ഈക്വൽ ടു സ്റ്റാർ ക്യൂ. പിയിലേക്ക് ക്യൂ പോയിൻ്റ് ചെയ്യണ വാല്യൂ എടുത്ത് വയ്ക്കുക. ദെൻ ക്യൂവിലേക്ക് ടിയിലെ വാല്യൂ വയ്ക്കുക. ഇത് സ്വാപ്പ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. 2 വേരിയബിളിലെ വാല്യൂസ് സ്വാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് വേരിയബിൾ എടുക്കുക. തേർഡ് വേരിയബിളിലേക്ക് ഫസ്റ്റ് വേരിയബിൾ കോപ്പി ചെയ്ത് വയ്ക്കുക. ദെൻ ഫസ്റ്റിലേക്ക് സെക്കൻഡ് കോപ്പി ചെയ്യുക. സെക്കൻഡിലേക്ക് ആ കോപ്പി ചെയ്ത് വെച്ച ടെമ്പററി വേരിയബിളിലേക്ക് കോപ്പി ചെയ്ത് വെച്ചത് സെക്കൻഡ് വേരിയബിളിലേക്ക് കോപ്പി ചെയ്യുക. അതേ ലോജിക്കാണ് ഇവിടെ ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് പി ക്യൂ എന്നല്ല, സ്റ്റാർ പി സ്റ്റാർ ക്യൂ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വാപ്പ് ചെയ്യാനുള്ള ലോജിക്ക്. ഇത് നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇനി മെയിനകത്ത് 2 വേരിയബിൾസ് ഉണ്ട്, എ ബി, 2 ഇൻറ്റിജർ വേരിയബിൾസ്. 2 ഇൻറ്റിജർ വേരിയബിൾസും റീഡ് ചെയ്യാൻ പറഞ്ഞു. എയും ബിയും റീഡ് ചെയ്തു. ജസ്റ്റ് എയും ബിയും ഒന്ന് പ്രിൻറ്റ് ചെയ്തു. സപ്പോസ് ഞാൻ എ 10ഉം ബി 20ആണ് റീഡ് ചെയ്ത് വിചാരിക്കാം. അപ്പോൾ എക്ക് വേണ്ടിയിട്ടൊരു മെമ്മറി ഉണ്ട്, ബിക്ക് വേണ്ടിയിട്ടൊരു മെമ്മറി ഉണ്ട്. എയിൽ 10ഉം ബിയിൽ 20യുമാണ് സ്കാനഫ് വെച്ചിട്ട് നമ്മൾ റീഡ് ചെയ്ത് വെച്ച്. ഇനി സ്വാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിക്കുകയാണ്. ആംപർസാൻഡ് എയും ആംപർസാൻഡ് ബിയും വെച്ചിട്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ടു ആംപർസാൻഡ് എ, അതായത് പി പോയിൻറ്റ്സ് ടു എ. ദെൻ ഇൻറ്റ് സ്റ്റാർ ക്യൂ ഈക്വൽ ടു ആംപർസാൻഡ് ബി, അപ്പോൾ ക്യൂ പോയിൻറ്റ്സ് ടു ബി. ഇനി നമ്മൾ പിയും ക്യൂവും ടിയും കൂടെ വെച്ചിട്ടാണ് സ്വാപ്പിംഗ് ചെയ്തത്. അപ്പോൾ പി എങ്ങടാണോ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അതാണ് സ്റ്റാർ പി എന്ന് പറഞ്ഞത്. ആ പോയിൻ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ. അപ്പോൾ ടി ഈക്വൽ ടു സ്റ്റാർ പി. അപ്പോൾ ടിയിൽ എന്ത് വരും? 10 വരും. അത് കഴിഞ്ഞിട്ട് സ്റ്റാർ പി ഈക്വൽ ടു സ്റ്റാർ ക്യൂ. സ്റ്റാർ പി എന്താണ്? പി പോയിൻ്റ് ചെയ്തിരിക്കുന്നത് എയിലേക്കാണ്. അപ്പോൾ സ്റ്റാർ പി ഈക്വൽ ടു സ്റ്റാർ ക്യൂ എന്ന് പറയുമ്പോൾ എയിലേക്ക് എന്ത് വയ്ക്കും? ബിയിലുള്ള വാല്യൂ വയ്ക്കും. സ്റ്റാർ ക്യൂ എന്ന് പറഞ്ഞാൽ ബി ആണ്. ബിയിലുള്ള വാല്യൂ വയ്ക്കും. അപ്പോൾ എയിലേക്ക് 20 വെച്ചു. അത് കഴിഞ്ഞിട്ട് സ്റ്റാർ ക്യൂ ഈക്വൽ ടു ടി. സ്റ്റാർ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ആണ്. ബി ഈക്വൽ ടു ടി. ടിയുടെ വാല്യൂ എന്താണ്? 10 ആണ്. അപ്പോൾ എയിലേക്ക് 20യും ബിയിലേക്ക് 10ഉം വെച്ചു. നമ്മളത് എങ്ങനെയാണ് വെച്ചത്? എയും ബിയും എടുത്തിട്ടല്ല വെച്ചത്. സ്റ്റാർ പി സ്റ്റാർ ക്യൂ എന്ന് പറഞ്ഞിട്ട് പി ക്യൂ എന്ന് പറഞ്ഞ 2 വേരിയബിൾസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂസ് മാറ്റിയത്. ഇനി ഈ ഫംഗ്ഷൻ കഴിഞ്ഞു. തിരിച്ച് നമ്മൾ മെയിനിൽ വന്നു. പ്രിൻറ്റ് എഫ് ആഫ്റ്റർ സ്വാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് എ ഈക്വൽ ടു ബി ഈക്വൽ ടു പ്രിൻറ്റ് ചെയ്തു. എ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 20യും ബി ഈക്വൽ ടു 10 വരയ്ക്കും പ്രിൻറ്റ് ചെയ്യും. ആദ്യം എ ഈക്വൽ ടു 10ഉം ബി 20 ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ
ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 വേരിയബിൾസ് പാസ് ചെയ്തു, 2 എണ്ണത്തിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്തു. പക്ഷെ നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് 2 എണ്ണത്തിൻ്റെ വാല്യൂ തിരിച്ച് മെയിനിൽ കിട്ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് റിട്ടേൺ ചെയ്യാനുണ്ടെങ്കിൽ കോൾ ബൈ റെഫറൻസ് യൂസ് ചെയ്യാം. ഇനി നമ്മൾ അറേ പാസ് ചെയ്യുന്ന സമയത്ത് കോൾ ബൈ റെഫറൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു, നേരത്തെ അറേ നമ്മൾ പാസ് ചെയ്തതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അറേ റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് ഫോർമൽ പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറേ വേരിയബിളായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ ഇൻറ്റ് എക്സ് ഇങ്ങനെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. എക്സ് ഒരു അറേയാണ് എന്നായിരുന്നു നമ്മൾ ഫോർമൽ പാരാമീറ്ററായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ എക്സിനെ ഒരു ഇൻറ്റീജർ പോയിൻ്ററായിട്ടും യൂസ് ചെയ്യാം. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് കോൾ ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ ഫോർമൽ പാരാമീറ്റേഴ്സ് അതിനെങ്ങനെയാണ് ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യുക, ഇത്രയും മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ അറേയുടെ മുകളിൽ ചേഞ്ച് ചെയ്യണ ഒന്നും ഫംഗ്ഷനിൽ എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ മെയിനിൽ എ എന്ന് പറഞ്ഞിട്ടൊരു അറേ ഡിക്ലെയർ ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു, 9 എലമെൻറ്റ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഈ അറേ എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് അറേ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുകയാണ്. പ്രിൻറ്റ് അറേയിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത് അറേ നെയിം, അതായത് അഡ്രസ്സ് ഓഫ് ദി അറേ, അതാണല്ലോ അറേ നെയിം. അഡ്രസ്സും അതുപോലെ അതിൻ്റെ നമ്പർ ഓഫ് വാല്യൂസും 9, ഇത്രയാണ് പാസ് ചെയ്തത്. അപ്പോൾ അത് റിസീവ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കുക. റിസീവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻറ്റിജർ പോയിൻ്റർ എന്നാണ് നമ്മൾ പറഞ്ഞ അറേ നെയിം എന്നല്ല പറഞ്ഞ ഇൻറ്റിജർ പോയിൻ്ററാണ്. സെക്കൻഡ് ഒരു ഇൻറ്റിജറാണ്. നമ്മൾ പാസ് ബൈ വാല്യൂ പാസ് ബൈ റെഫറൻസും കമ്പൈൻഡ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണോ പാസ് ബൈ റെഫറൻസ് ആയിട്ട്, അതായത് പോയിൻ്ററായിട്ട് നമ്മൾ ഏതാണോ പാസ് ചെയ്തത് അതിൻ്റെ ചേഞ്ച് മാത്രമേ റിഫ്ലക്റ്റ് ആവുള്ളൂ. വാല്യൂ ആയിട്ട് പാസ് ചെയ്തതിൻ്റെ ചേഞ്ച് മെയിനകത്ത് റിഫ്ലക്റ്റ് ആവില്ല എന്ന് മാത്രം. അല്ലാതെ കോൾ ബൈ റെഫറൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വേരിയബിൾസിൻ്റെയും റെഫറൻസ് പാസ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് റെഫറൻസ് ആയിട്ട് അറേ മാത്രം പാസ് ചെയ്താൽ മതി. ഇൻറ്റിജറായിട്ട് തന്നെ വാല്യൂ ആയിട്ട് തന്നെ പാസ് ചെയ്യണം. ഇതിനകത്ത് ഐ എന്ന് പറഞ്ഞിട്ടൊരു ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ലൂപ്പ് വേരിയബിളായിട്ട്. അതിനകത്ത് ജസ്റ്റ് എക്സ് എന്ന് പറഞ്ഞൊരു പോയിൻ്റർ വേരിയബിളാണ്. അപ്പോൾ എക്സ് അറേയിലേക്കാണ് പോയിൻ്റ് ചെയ്യണത്. അപ്പോൾ അറേ ഓഫ് 0, അറേ ഓഫ് 1, അറേ ഓഫ് 2 അങ്ങനെ പ്രിൻറ്റ് ചെയ്യും. നമ്മൾ x+0, x+1, x+2 അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അഡ്രസ്സ് എടുക്കുക. ഇത് നമ്മൾ അറേ യൂസിങ് പോയിൻ്ററിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ *x+i എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിനെ ആക്സസ് ചെയ്യുക. *x അല്ലെങ്കിൽ *x+i, *x+5 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ആക്സസ് ചെയ്യുക. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഞാൻ അറേയിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടില്ല. നമ്മൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുകയാണെങ്കിൽ അത് മെയിനിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പാസ് ബൈ റെഫറൻസ് വെച്ചിട്ടൊരു സിംഗിൾ വേരിയബിൾ പാസ് ചെയ്യുക. അതുപോലെ മൾട്ടിപ്പിൾ വാല്യൂസ് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പാസ് ചെയ്യാം. അറേസ് ആണെന്നുണ്ടെങ്കിൽ അറേയുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അറേ നെയിം പാസ് ചെയ്തിട്ട് അത് റിസീവ് ചെയ്യുന്നത് ഒരു പോയിൻ്റർ വേരിയബിളിൽ റിസീവ് ചെയ്യാം, ഇവിടെ കോൾഡ് ഫംഗ്ഷനകത്ത്. അപ്പോൾ ഇത്രയും 3 എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ആ സ്വാപ്പിൻ്റെ നിങ്ങൾ പാസ് ബൈ റെഫറൻസ് അല്ലാണ്ട് പാസ് ബൈ വാല്യൂ വരുന്നു എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക അത് ചെയ്ത് നോക്കാം. അതായത് എയും ബിയും നമ്മൾ പാസ് ചെയ്തു ഫംഗ്ഷനകത്തേക്ക്, അവിടെ വെച്ചിട്ട് അതിനെ സ്വാപ്പ് ചെയ്തു, തിരിച്ച് മെയിനിൽ തന്നെ വരുമ്പോഴും എയ്ക്കും ബിക്കും മാറ്റമൊന്നും വന്നിട്ടുണ്ടാവില്ല കോൾ ബൈ വാല്യൂ ആണെങ്കിൽ. അപ്പോൾ അഡ്രസ്സ് മാറ്റിയിട്ട് വാല്യൂ ആയിട്ടൊക്കെ ഇട്ട് നോക്കാം.